ഒരിക്കൽ ഒരു നാട്ടിൽ യുവാവായൊരു ചിത്രകാരനുണ്ടായിരുന്നു. അയാളുടെ ചിത്രങ്ങൾക്ക് ധാരാളം ആരാധകരുമുണ്ടായിരുന്നു. അതുവഴി അയാൾക്ക് ധാരാളം പണം സമ്പാദിക്കാൻ സാധിച്ചു. എന്നിരുന്നാലും തൻ്റെ ചിത്രങ്ങളിൽ നിന്നും സന്തോഷം കണ്ടെത്തുവാൻ അയാൾക്കൊരിക്കലും കഴിഞ്ഞിരുന്നില്ല. തൻ്റെ ചിത്രങ്ങളിൽ എല്ലായ്പ്പോഴും എന്തോ ഒരു ശൂന്യത നിറഞ്ഞു നിൽക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഒരിക്കലൊരു നോമ്പുകാലത്ത് അയാൾ ഒരു പ്രത്യേക തീരുമാനം കൈക്കൊണ്ടു. 40 ദിവസത്തേക്ക് അയാൾ തൻ്റെ ചിത്രകലയെ ഉപേക്ഷിച്ചു. ആദ്യ ദിവസങ്ങളിൽ അത്യധികം ബുദ്ധിമുട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു. ക്യാൻവാസിലേക്ക് ചിത്രം പകർത്തുന്നതിനായി അയാളുടെ കൈകൾ തരിച്ചു. എന്നിരുന്നാലും അയാൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. ആ ദിവസങ്ങളിലൊന്നിൽ അയാൾ ഒരു പഴയ പള്ളി സന്ദർശിക്കുവാനിടയായി. ആ പള്ളിയുടെ ചുവരിൽ കണ്ട ഒരു ചിത്രം അയാളെ വളരെയധികം ആകർഷിച്ചു. തൻ്റെ ചിത്രങ്ങൾക്കില്ലാതിരുന്ന എന്തോ ഒരു പ്രത്യേകത ആ ചിത്രത്തിനുണ്ടെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആ ചിത്രകാരനെ അന്വേഷിച്ച് അയാൾ ഒരു യാത്ര നടത്തി. ഒടുവിൽ ആ ചിത്രകാരനെ കണ്ടെത്തുകയും ചെയ്തു. ആ ചിത്രത്തിൻ്റെ ഉടമ ഒരു സന്യാസിയായിരുന്നു. പാവപ്പെട്ടവരെയും രോഗികളെയും ചികിത്സിക്കാനും സഹായിക്കാനും തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മഹത് വ്യക്തിയായിരുന്നു ആ സന്യാസി. ഈ യാത്രയിലൂടെ യുവചിത്രകാരന് ഒരു വെളിപാടുണ്ടായി. തൻ്റെ ചിത്രങ്ങളിലുണ്ടായിരുന്ന കുറവെന്താണെന്ന് അയാൾ കണ്ടെത്തി. ദയയും അനുകമ്പയുമായിരുന്നു തൻ്റെ ചിത്രങ്ങളിലെ പോരായ്മ. ആ നോമ്പുകാലം കഴിഞ്ഞതിനപ്പുറം അയാൾ ഒരു പുതിയ മനുഷ്യനായി മാറുകയായിരുന്നു. പാവങ്ങളെയും രോഗികളെയും സഹായിക്കാനും ചികിത്സിക്കാനും അയാൾ തൻ്റെ ജീവിതം മാറ്റിവെച്ചു. അതോടുകൂടി അയാളുടെ ചിത്രങ്ങളിലും ദയയും സ്നേഹവും അനുകമ്പയും നിറഞ്ഞു. ലോകമെമ്പാടുമുള്ളവർക്ക് അയാളുടെ ചിത്രങ്ങൾ പ്രചോദനമായി മാറി. ആ നോമ്പുകാലം അവനെ പഠിപ്പിച്ചത് എന്തെന്നാൽ എല്ലാ കലകളും ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. മനുഷ്യൻ്റെ കഴിവുകൾ നല്ല രീതിയിൽ ദൈവസ്നേഹത്തിനായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലോകമെമ്പാടുമുള്ളവർക്ക് തന്നെ അനുഗ്രഹമായി തീരും.